ഹലോ, വെൽക്കം ബാക്ക്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലേക്കൊക്കെ ആവശ്യമായ കുറഞ്ഞ ബജറ്റിലുള്ള കുറച്ച് പ്രോഡക്റ്റ്സ് കണ്ടു നോക്കിയാലോ. എല്ലാ പ്രോഡക്റ്റ്സും ഒരു 500 ബിലോയിലാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ആൻറ്റി സ്ലിപ്പ് മാറ്റാണ്. സാധാരണ നമ്മുടെ വാഷ് ബേസിൻ്റെ സിങ്കിൻ്റെയൊക്കെ താഴെ എപ്പോഴും വെള്ളം വീഴുമല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇടാൻ പറ്റിയ ഒരു മാറ്റാണിത്. ഇതിലുള്ള വെള്ളം പെട്ടെന്ന് അബ്സോർബ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് വാഷ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ശരിക്കും ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കാണുമ്പോഴാണല്ലോ നമുക്കതിൻ്റെ യൂസ് മനസ്സിലാവുന്നത്. ഇതൊരു ലിഡുള്ള വേസ്റ്റ് ബാസ്ക്കറ്റാണ്. 139 രൂപയാണ് ഇതിന് ഞാൻ കൊടുത്തത്. കിച്ചണിലൊക്കെ വെക്കാൻ പറ്റിയ ടൈപ്പ് ബാസ്ക്കറ്റാണ്. കവറുള്ളതായതുകൊണ്ട് നമ്മൾ വേസ്റ്റ് ഒന്നും കാണില്ല. ഇതൊരു മൾട്ടി പർപ്പസ് ഹോൾഡറാണ്. ഇത് നമുക്ക് ബാത്റൂമിലോ അല്ലെങ്കിൽ കിച്ചണിലോ എവിടെ വേണമെങ്കിലും വെക്കാം. ഇനിയിപ്പോൾ ഇത് കുട്ടികളുടെ ടേബിളിൽ പെന്നും പെൻസിൽസൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാനും ഉപയോഗിക്കാം. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെ 3 കമ്പാർട്ട്മെൻറ്റ്സ് ആണ്. ഒരു വലിയ കമ്പാർട്ട്മെൻറ്റ്, 2 ഒരേ സൈസിലുള്ള കമ്പാർട്ട്മെൻറ്റ്സും ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് 3 ടൈപ്പ് സാധനങ്ങൾ ഇതിൽ സ്റ്റോർ ചെയ്യാം. ഇതൊരു സോപ്പ് ഹോൾഡറാണ്. ഇത് നമുക്ക് ചുമരിൽ ഒട്ടിച്ച് വെക്കാം. അത്യാവശ്യം വെയിറ്റും താങ്ങും. ഇത് ഒട്ടിക്കേണ്ട രീതിയൊക്കെ ഇതിൻ്റെ ബാക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോപ്പ് ഹോൾഡറിൻ്റെ പൊസിഷനൊക്കെ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സോപ്പ് ഹോൾഡർ വാങ്ങിച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്താൽ മതി. ഇതാണ് ചുമരിൽ നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ഭാഗം. അടുത്ത ഇതുപോലത്തെ 2 വരുന്നൊരു കോംബോയുടെ കിച്ചൺ ടൂളാണ്. ഇത് സിലിക്കണാണ്. ദോശയ്ക്ക് ചുടുമ്പോൾ എണ്ണയൊക്കെ ബ്രഷ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രഷ് ഉപയോഗിക്കാം. ഇതിൻ്റെ വേറെ ഒന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് നല്ല യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതൊരു വാൾ മൗണ്ടഡ് സോപ്പ് ഡിഷാണ്. ഇത് നമുക്ക് ചുമരിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും. ടൂത്ത് പേസ്റ്റ്, ബ്രഷ്, ഹാൻഡ് വാഷ് ഇതൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പ്രോഡക്റ്റാണിത്. ഇതെങ്ങനെ സ്റ്റിക്ക് ചെയ്യേണ്ടതെന്ന ഡീറ്റെയിൽസൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ 2 കമ്പാർട്ട്മെൻറ്റാണ് ഇതിനുള്ളത്. ഇതിൻ്റെ ബാക്കിൽ ഇതുപോലെ ക്ലിപ്പാണ്. ഇത് നമുക്ക് ഒട്ടിച്ച് വെക്കാം. അത്യാവശ്യം വെയിറ്റ് ഇത് ഹോൾഡ് ചെയ്യും. പിന്നെ ഇത് ക്ലീൻ ആക്കണമെങ്കിൽ സെപ്പറേറ്റ് എടുത്തിട്ട് ക്ലീൻ ചെയ്യാം. ഇത് ഐസ് ട്രേ ആണ്. സാധാരണ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ ഐസ് ട്രേ വെക്കാനുണ്ടാവും, പക്ഷെ അതിനൊരു അടപ്പ് ഉണ്ടാവാറില്ലല്ലോ. അപ്പോൾ ഇതിന് അടപ്പുള്ള ടൈപ്പ് ഐസ് ട്രേ ആണ്. 2 പീസസ് ആയിട്ടാണ് ഉള്ളത്. 6 എണ്ണം വെക്കാം ഒന്നിൽ. ഫ്രിഡ്ജിൽ എന്ത് വെക്കുമ്പോഴും അടച്ച് വെച്ചിട്ട് വെക്കണം എന്നാണല്ലോ പറയാറ്. ഇനിയിപ്പോൾ ഇത് ഐസ് ട്രേക്ക് ഉപയോഗിക്കണില്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ആക്കിയിട്ട് ഓരോ ക്യൂബ്സ് ആക്കി വെക്കാം. ഇത് ഒരു മൾട്ടി പർപ്പസ് ഹോൾഡറാണ്. ഈ കുളത്ത് നമുക്ക് എവിടെയെങ്കിലും കമ്പിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തൂക്കിയിട്ടിട്ട് ബാക്കി സാധനങ്ങളൊക്കെ ഇതിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. സാധാരണയായി നമുക്ക് കിച്ചണിലൊക്കെയാണ് ഇതുപോലത്തെ സാധനങ്ങൾ യൂസ് ഉണ്ടാവുക. ഇതൊരു മൾട്ടി പർപ്പസ് ഹോൾഡറാണ്. പെന്ന്, പെൻസില്, അതുപോലെ കിച്ചണിൽ എന്തെങ്കിലും ടൂൾസൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഹോൾഡറാണ്. ഇതൊരു പ്ലാസ്റ്റിക് ബാസ്ക്കറ്റാണ്. ഇത് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനായിട്ട് ഉപയോഗിക്കാം. നേരത്തെ കാണിച്ച ബാസ്ക്കറ്റിൻ്റെ കുറച്ചുകൂടെ വലിയ ടൈപ്പാണിത്. അടുത്തതും ഒരു മൾട്ടിപർപ്പസ് ബാസ്ക്കറ്റ് തന്നെയാണ്. ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കിലായിട്ടൊരു കൈ ഉണ്ട്. അപ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഈസിയാണ്. കുട്ടികളുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേർതിരിച്ച് വെക്കാൻ ഇതുപോലത്തെ 2-3 എണ്ണം വാങ്ങിച്ചിട്ട് വേർതിരിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. ഇതും ഒരു മൾട്ടിപർപ്പസ് സ്റ്റോറേജ് ആണ്. 4 കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. 4 എണ്ണം വേർതിരിച്ച് വെക്കാം. ഒരു സ്ക്വയർ മോഡലിലുള്ള സ്റ്റോറേജ് ബാസ്ക്കറ്റാണിത്. ഇതിനും പിടിക്കാനായിട്ട് 2 സൈഡിലും ഹോൾസ് ഉണ്ട്. ഇതുപോലത്തെ ബാസ്ക്കറ്റൊക്കെ എന്തെങ്കിലും സാധനങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാനൊക്കെ നന്നാവും. ഇതൊരു ഗ്ലാസ് ബോട്ടിലാണ് കേട്ടോ. ഇതുപോലത്തെ ഒരു കവറിങ് ഉള്ളതുകൊണ്ട് ആ ഗ്ലാസ്സിന് എപ്പോഴും ഒരു പ്രൊട്ടക്ഷനാണ്. നല്ല സ്പോഞ്ച് പോലത്തെ ഒരു പ്രൊട്ടക്ഷനാണ്. ഇതിൻ്റെ കവറിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ആയാലും അത് ഊരിയിട്ട് അതൊന്ന് വാഷൊക്കെ ചെയ്യാം. ഇതും ഗ്ലാസ് ബോട്ടിൽ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ കവറ് ഇതുപോലത്തെയാണ്. ഗ്ലാസ്സിന് നല്ലൊരു പ്രൊട്ടക്ഷനാണ് ഈ ഒരു കവറിങ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് യൂസ്ഫുള്ളായി തോന്നിയ കുറച്ച് പ്രോഡക്ട്സ്. ആരുടെയെങ്കിലും കയ്യിൽ ആരെങ്കിലും യൂസ് ചെയ്തതൊക്കെ ആയി പറയുമ്പോഴാണല്ലോ നമുക്ക് ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഐഡിയ കിട്ടുന്നത്. ഇപ്പോൾ എല്ലാം ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലുള്ള സൈറ്റുകളിൽ കിട്ടും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.